തആല സ്വീകരിക്കട്ടെ. അത് പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വലിയ സംഭാവന ഇല്ലെങ്കിലും അൽഹംദുലില്ലാഹ് അവിടെ വന്നിരിക്കുന്ന എല്ലാവരും അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ അവർ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല വലുതും ചെറുതുമായ മുഴുവൻ സംഭാവന അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ 5 സബീന ബീവി 23-ാം തീയതി ഇവിടെ വരികയും വാപ്പാര ആണ്ടാണെന്ന് പറയുകയും ഇവിടെ അരി എടുത്ത് തന്നിട്ട് പോവുകയൊക്കെ ചെയ്തു. ഉസ്താദ് ഉണ്ടായിരുന്ന ഉസ്താദിനോട് ദുആ വസിയത്ത് ചെയ്ത് ഈ 30-ാം തീയതി ഡ്രൈവിംഗ് ടെസ്റ്റാണ്, എനിക്ക് ജയിക്കണം, തീർച്ചയായും ജയിച്ചാൽ ഞാൻ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഏതായിരുന്നാലും അല്ലാഹു തആല സ്വീകരിച്ച് ഇത് ഡ്രൈവിംഗ് ടെസ്റ്റായിരുന്നു, അത് വിജയിച്ചു. അവിടെ ആളുകൾ വന്നിരിക്കൊണ്ട് ഉള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്, വരാത്ത ആൾക്കാരെ കുറിച്ചൊന്നും പറയുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് കിടക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അൽഹംദുലില്ലാഹ് അതുകൊണ്ട് അവരെ നിയത്തൊക്കെ അല്ലാഹു തആല സ്വീകരിച്ചു. ഡ്രൈവിങ്ങിലൊക്കെ വിജയിച്ചു. അത് കാർ ഓടിക്കുന്നതിന് ലൈസൻസാണ് കിട്ടിയത്. ഇനി ബൈക്ക് ഓടിക്കുന്നതിനുണ്ട്. ഇനി അടുത്ത മാസമാണ്. അല്ലാഹു തആല സ്വീകരിച്ചു കൊടുക്കട്ടെ, എളുപ്പമാക്കി കൊടുക്കട്ടെ. പ്രത്യേകം എൻ്റെ ദുആ ചെയ്യണം. അതുപോലെ തന്നെ റഹീം 5 ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വലിയ കാര്യം തന്നിട്ടുണ്ട്. വേറെ ഗൾഫിലാണ്, പ്രത്യേക ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ അരിയൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പറയുന്നത് നിങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഓരോരുത്തരും പറയുന്നത്. നിങ്ങൾ പ്രത്യേക നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിന് ദുആ ചെയ്യണം. പിന്നെ നുബേസ് കൊച്ചിയിലാണ് പുള്ളിയുടെ സ്ഥലം. പുള്ളിക്കാരൻ ഇവിടെ നമ്മളെ മജ്‌ലിസിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് വലിയ കാര്യം എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം പല പല ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ സ്ഥാപനത്തെ സഹായിക്കുന്നവരൊക്കെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ കേരളം വിട്ടു അതേപോലെ നിലവിലുള്ള ആൾക്കാരാണ് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് അവർ സഹായിക്കുന്നത്. അതുപോലെ തന്നെ പാറോട്ട് ഉള്ളൊരു ഹിന്ദു സഹോദരനാണ്. പുള്ളിക്കാരൻ 6000